നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ ശിക്ഷിച്ചു. പ്രതികളായ മനോജ്, ഷൈനി എന്നിവർക്ക് 19 വർഷവും 12 വർഷവും വീതം തടവ് ശിക്ഷ. മുളകുന്നത്തുകാവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നിർമ്മാർജ്ജനത്തിന് നടപടികൾ ഊർജിതമാക്കി. 10 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസം വിൽക്കുന്നതിന് നിരോധനം. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ജില്ലയിൽ വടക്കാഞ്ചേരിയും അതിരപ്പിള്ളിയും ഉൾപ്പെടെ 8 പരിശോധന. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ ഏറ്റുമുട്ടി. കോൺഗ്രസ് കൌൺസിലർ ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് സംഘർഷം. പ്രതിഷേധം കൊണ്ടും ഫലമുണ്ടായില്ല. പരിഹാരമാകാതെ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ട്. മഴ കനത്തതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ആളൂരിൽ ബാറിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആളൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കല്ലട ബാറിലെ മലിനജലമാണ് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. വാർത്തകൾ വിശദമായി. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കോടതി ശിക്ഷിച്ചു. പ്രതികളായ മനോജ്, ഷൈനി എന്നിവരെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 1ാം പ്രതി മനോജിന് 19 വർഷം തടവും പ്രതി ഷൈനിക്ക് 12 വർഷം തടവും വിധിച്ചു. മനോജ് 1,70,000 രൂപയും ഷൈനി 1,50,000 രൂപയും പിഴയടയ്ക്കണം. 2014 നവംബറിലായിരുന്നു സംഭവം. കൈതക്കാടൻ വീട്ടിൽ 79 വയസ്സുള്ള വിൻസെന്റാണ് കവർച്ചയ്ക്കിടെ കൊല്ലപ്പെട്ടത്. കേസിലെ 4ാം പ്രതി ശ്രീജേഷ് മാപ്പുസാക്ഷിയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പയസ് മാത്യു പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ കൊല ചെയ്യപ്പെട്ട വിൻസെന്റ് എന്ന് പറയുന്ന ആള് മരിച്ച കേസിൽ ഇന്ന് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി ശ്രീ KM രതീഷ് കുമാർ ആ കേസിലെ 2 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 394, അതായത് ഒരാളെ ആക്രമിച്ചോ കൊലപ്പെടുത്തിയോ ആളുടെ വീട്ടിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ആളുടെ സാധനങ്ങൾ കവർച്ച ചെയ്യുക, രണ്ടാമത് രാത്രി സമയത്ത് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ആക്രമിച്ചോ സ്വർണമോ പണമോ കവർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ അതിക്രമിച്ച് കയറുക, അതിനുശേഷം പിന്നീട് തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഈ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. മുളകുന്നത്തുകാവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നിർമ്മാർജ്ജനത്തിന് നടപടികൾ ഊർജിതമാക്കി. 10 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസം വിൽക്കുന്നതിന് നിരോധനമുണ്ട്. രോഗം ബാധിച്ച പന്നികളെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറഞ്ഞു. മുളകുന്നത്തുകാവ് പഞ്ചായത്തിലെ കൊങ്ങൻപാറയിൽ 2 ഫാമുകളിൽപ്പെട്ട പന്നികളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. 2 ഫാമുകളിലുമായി 1298 പന്നികളുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാന വ്യാപകമായി 70-ലധികം ഓഫീസുകളിലാണ് പരിശോധന നടത്തിയത്. ജില്ലയിൽ പരിയാരം, ചാർപ്പ, പാലപ്പിള്ളി, വെള്ളിക്കുളങ്ങര, വടക്കാഞ്ചേരി, ചെട്ടിക്കുളം, അതിരപ്പിള്ളി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിലും രൂക്ഷമായ വാക്കുതർക്കത്തിലും കലാശിച്ചു. കോൺഗ്രസ് കൌൺസിലർ SAA ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് കൌൺസിൽ ഹാൾ സംഘർഷഭരിതമായത്. ആരോപണവിധേയനായ ആസാദ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. സഹോദരന്റെ സമ്മതമില്ലാതെ വ്യാജ ഒപ്പിട്ട് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് വിശ്വാസവഞ്ചന ചെയ്തുവെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ആസാദ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ചതോടെ UDF കൌൺസിലർമാർ പ്രമേയം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു.
പ്രതിഷേധത്തിനിടയിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ചു. അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച ശേഷം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിരവധി പ്രതിഷേധങ്ങളുണ്ടായിട്ടും പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. മഴ കനത്തതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. റോഡിലെ വെള്ളക്കെട്ടിന് 5 വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കനത്താൽ വഴി നടക്കാൻ പോലും പറ്റാതെ വിഷമിക്കുകയാണ് പ്രദേശത്തുകാർ. വാഹനയാത്രയും ദുഷ്കരം. ആൽത്തറ തിപ്പിലശ്ശേരി ഭാഗത്തുനിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പം എത്തുവാനുള്ള പാത കൂടിയാണിത്. വെള്ളക്കെട്ട് മൂലം 300 മീറ്ററോളം റോഡ് തകർന്ന അവസ്ഥയിലാണ്. കനത്ത മഴയിൽ കാനകളിൽ മണ്ണ് വന്ന് നിറഞ്ഞു. കാനകളും വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള തോടും വൃത്തിയാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ആളൂരിൽ ബാറിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആളൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കല്ലട ബാറിലെ മലിനജലമാണ് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. കഴിഞ്ഞ ദിവസം തോട് വൃത്തിയാക്കാൻ വന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാറിലെ മലിനജലം രഹസ്യമായി തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയത്. പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA അംഗങ്ങളായ 1500 കേബിൾ TV സംരംഭകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പുതിയ പദ്ധതികൾ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. വിദഗ്ധർ നയിച്ച ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡ് വിതരണവും മെഗാ ഷോയും ഇതോടനുബന്ധിച്ച് നടന്നു. ഇടവേള. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ആമ്പല്ലൂരിലും മുരിങ്ങൂരുമാണ് കനത്ത ഗതാഗതക്കുരുക്ക് തുടരുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ശനിയാഴ്ച രാവിലെ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി 2 മണിക്കൂറിലേറെയാണ് ഗതാഗതം സ്തംഭിച്ചത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മണലി കല്ലൂർ റോഡ് വഴിയാണ് സർവീസ് നടത്തിയത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മണലി വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. മഴ കൂടി പെയ്തതോടെ ഗതാഗതക്കുരുക്ക് യാത്രക്കാർക്ക് ദുരിതമായി. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ കുരുക്കേറിയതോടെ വാഹനനിര പുതുക്കാട് വരെ എത്തി. അടിപ്പാതയുടെ അനുബന്ധ റോഡിനു വേണ്ടി കാന കോരുന്ന പ്രവർത്തികൾ ആരംഭിച്ചതോടെ സർവീസ് റോഡ് വീതി കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. മുരിങ്ങൂർ ഭാഗത്ത് എറണാകുളം തൃശൂർ ദിശയിൽ ഏറെ നേരം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഇടവിട്ട് പെയ്ത മഴ ഗതാഗത സ്തംഭനത്തിന് ആക്കം കൂട്ടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലെ സ്ഥിതി ഏതാനും ദിവസങ്ങളിലായി ഇങ്ങനെയാണ്. ഇതിനിടെ മറ്റൊരു ദുരിതമായി കാനയുടെ സ്ലാബുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കൊരട്ടി ഭാഗത്തും കഴിഞ്ഞ ദിവസം സ്ലാബുകൾ തകർന്നു. സ്ലാബുകളുടെ തകർച്ച ഇരുചക്ര വാഹന യാത്രകൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. വേലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വപ്ന രാമചന്ദ്രൻ, PN അനിൽ, CD സൈമൺ, നിതീഷ് ചന്ദ്രൻ, ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവരാണ് ഇറങ്ങിപ്പോയത്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് മുൻപ് ഗ്രൌണ്ട് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൊതുമുതൽ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് ഒരു പവലിയൻ നിർമ്മാണവുമായിട്ട് നടക്കുമ്പോൾ അത് പഞ്ചായത്തിന്റെ ആ ഗ്രൗണ്ടിന്റെ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിർത്തി തീരുമാനിച്ചുകൊണ്ട് അത് പണിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
അത് അളന്നു തിട്ടപ്പെടുത്താതെ അതിൽ പണികൾ നടക്കരുത് എന്നാണ് നമ്മൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. കാരണം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ മുതൽ വിട്ടുകൊടുത്തുകൊണ്ട് സ്വാർത്ഥ താല്പര്യം വേലൂർ ഗ്രാമപഞ്ചായത്തും അതിന് കൂട്ടുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോൺഗ്രസിന്റെ മെമ്പർമാർ ഇറങ്ങി പോന്നിട്ടുള്ളത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ വലഞ്ഞ ജനം. പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. ക്ഷേത്രനഗരിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം ഒഴിഞ്ഞുകിടന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം തിരിച്ചുവിട്ടു. നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിലയുറപ്പിച്ച സമരക്കാർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിച്ചില്ല. പുലർച്ചെ ട്രെയിൻ ഇറങ്ങിയ യാത്രക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പരിസരത്തെ മറ്റു ക്ഷേത്രങ്ങളിലേക്കും നടന്നു പോകേണ്ട അവസ്ഥയായി. പ്രായത്തിന്റെ അവശതയിൽ നടക്കാൻ കഴിയാത്ത അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകേണ്ടി വന്നുവെന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഭക്തൻ പറഞ്ഞു. ഒരു നടക്കാൻ കഴിയാത്ത ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ഹോട്ടലിലത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ആട്ടോ വിളിച്ചിട്ട് അവർ വരാൻ കൂട്ടാക്കണില്ല. വരാത്തതിന്റെ കാരണം ഫുള്ള് വൺ വേ ആക്കിയത് കൊണ്ട് റേറ്റ് കൂടുതൽ, ഓട്ടം കൂടുതലാണ്. 30 രൂപ ഓട്ടത്തിന് 200 രൂപ തരേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഔട്ടർ റിംഗ് റോഡിലെ വൺവേയിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മിനിമം ചാർജാണ് ഈടാക്കുന്നത്. എന്നാൽ വൺവേ പാലിക്കുമ്പോൾ ഇരട്ടി ചാർജ് ഈടാക്കേണ്ടി വരുന്നത് നൽകാൻ യാത്രക്കാർ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. എന്നാൽ അതേസമയം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. പൊതുവഴിയും ഗതാഗതവും തടസ്സപ്പെടുത്തി അനധികൃതമായി സംഘം ചേർന്നു തുടങ്ങിയവയാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഹൈക്കോടതിയിലും മുൻസിഫ് കോടതിയിലും നൽകിയ കേസിൽ ദേവസ്വത്തിന് അനുകൂല വിധിയെന്ന് തിരുവമ്പാടി ദേവസ്വം. ഭരണസമിതിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് നിയമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി 6 പേരാണ് കോടതിയെ സമീപിച്ചത്. തങ്ങളെ കൂടി ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസ് തള്ളിയതായി തിരുവമ്പാടി ദേവസ്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മെമ്പർമാരായ 2 പേർ തൃശൂർ മുൻസിഫ് കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതായും ദേവസ്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നേട്ടങ്ങൾ കൈവരിച്ചതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. കറുകുറ്റിയിലെ അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് വേദിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവാർഡ് സമ്മാനിച്ചത്. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM. ഷെഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വെളുത്തൂർ മനക്കുടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA തറക്കല്ലിടൽ നടത്തി. സബ് കളക്ടർ അഖിൽ V. മേനോൻ, തഹസിൽദാർ T. ജയശ്രീ, ഭൂരേഖ തഹസിൽദാർ നിഷ R. ദാസ്, വില്ലേജ് ഓഫീസർ പ്രതിഭ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെളുത്തൂർ മനക്കുടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണോദ്ഘാടനത്തിന് സ്ഥലം MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുന്ന സമയത്താണ് BJP പ്രവർത്തകർ പ്രകടനമായെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ഉദ്ഘാടനത്തിന് തലേദിവസമാണ് സുരേഷ് ഗോപിയെ ക്ഷണിച്ചതെന്നും ഇത് മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള ശ്രമമാണെന്നും ഇവർ ആരോപിച്ചു. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതിക്ക് വില്ലേജ് ഓഫീസർ കൂട്ടുനിൽക്കുന്നതായും ഇവർ ആരോപിച്ചു. BJP അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മണി കല്ലാറ്റ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശാലിനി ജിനേഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി എടക്കാട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മലയ്ക്കപ്പാറ റോഡിൽ വാച്ചുമരത്ത് വിനോദസഞ്ചാരികളുടെ വാൻ കാട്ടാന തകർത്തു. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട മലപ്പുറം സ്വദേശികളുടെ വാഹനമാണ് വെള്ളിയാഴ്ച രാത്രി ആനകൾ തകർത്തത്. വാഹനം തകരാറിലായ വിവരം വനപാലകരെ അറിയിക്കാതെ സഞ്ചാരികൾ വർക്ക്ഷോപ്പ് ജീവനക്കാരെ തേടിപ്പോയി. എന്നാൽ നേരം വൈകിയതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല. ഇതിനിടയിലാണ് ആനകൾ വാഹനം ആക്രമിച്ചത്. വിവരം വനപാലകരെ അറിയിച്ചിരുന്നുവെങ്കിൽ വാഹനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിക്കുമായിരുന്നു.
മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വനപാലകരാണ് വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം കാരിക്കുളം കടവ് റോഡിന്റെ കാടുമൂടിയ വശങ്ങൾ വനം വകുപ്പ് അധികൃതർ ശുചീകരിച്ചു. വർഷങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന റോഡിൽ കാട്ടുപന്നികളും മാനും കുറുകെ ചാടി നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. റോഡിന്റെ വശങ്ങളിൽ മാംസാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തള്ളിയതോടെ തെരുവുനായ ശല്യവും രൂക്ഷമായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർ ഭീതിയോടെയാണ് ഇതുവഴി നടന്നുപോയിരുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഗ്രീൻ ആർമി ലേബർ ബാങ്ക് മാതൃക ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ നബാർഡ് പദ്ധതിയൊരുക്കുന്നു. നബാർഡിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ഗ്രീൻ ആർമിയുടെ മിനാലൂർ, തിരുത്തിപ്പറമ്പിലെ ട്രെയിനിംഗ് സെന്ററും പ്രവർത്തന കേന്ദ്രങ്ങളും സന്ദർശിച്ചു. എസ് മണികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ശശിരേഖ മോഹൻരാജ്, സെബിൻ, അപർണ, അനുഷി എന്നിവരാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തെ കർഷക തൊഴിലാളികൾക്ക് ഗ്രീൻ ആർമിയിലേതുപോലെ വിദഗ്ധ പരിശീലനം നൽകുന്നതിനാണ് നബാർഡ് ലക്ഷ്യമിടുന്നതെന്ന് സംഘത്തിലെ വെൺമണികുമാർ പറഞ്ഞു. MR അനൂപ് കിഷോർ, TR രാജൻ സുരേഷ്, മനോജ് കുമാർ എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ബാസ്കറ്റ്ബോൾ കോർട്ട് നിർമ്മിച്ചത്. കുട്ടികളെ യുക്തിചിന്തയിലേക്കും ശാസ്ത്രബോധത്തിലേക്കും നയിക്കുന്ന നിർഭയത്വമാണ് ഈശ്വരാനുഗ്രഹത്തിന്റെയും ഭക്തിയുടെയും പ്രകടിത ലക്ഷണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ഗുരുവായൂർ ഷിർദി സായി മന്ദിരത്തിൽ നടന്ന ധർമ്മസൂയ യജ്ഞത്തിൽ ധർമ്മചിന്താ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് ചെയർമാൻ മൌനയോഗി സ്വാമി ഹരിനാരായണൻ വിഷയാവതരണം നടത്തി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെ ചടങ്ങിൽ ആദരിച്ചു. യജ്ഞാചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, സംവിധായകൻ വിജീഷ് മണി, ബാബു അണ്ടത്തോട്, IP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യം കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക OP സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, ഔസേപ്പച്ചൻ ജോസ്, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ സംഭരിക്കുന്നതിനും തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുമായി കുഴൂർ പഞ്ചായത്ത് നിർമ്മിച്ച ആധുനിക MCF ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ബെയിലിംഗ് യന്ത്രം, നിരീക്ഷണ ക്യാമറകൾ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ MCF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, PS സന്തോഷ് കുമാർ, ബിജി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടി നിർത്തിവച്ചത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി വിളിച്ച യോഗം മാറ്റിവച്ചതിൽ പ്രതിഷേധം. കുഴൂർ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ് എന്നിവരാണ് പ്രതിഷേധം അറിയിച്ചത്. ഇരുവരുടെയും നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചപ്പോഴാണ് യോഗം വിളിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉറപ്പു നൽകിയിരുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച മാള, കുഴൂർ, പൊയ്യ, അന്നമനട മണ്ഡലം കമ്മിറ്റികളും ജനപ്രതിനിധികളും ചേർന്ന് ആശുപത്രിക്ക് മുൻപിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അറിയിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്ത് LDF കമ്മിറ്റി നടത്തുന്ന വികസന സന്ദേശ കാൽനട ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. പ്രേംരാജ് ചൂണ്ടലാത്ത്, ജാഥ ക്യാപ്റ്റൻ KM അഷ്റഫ്, PC അബാൽമണി, കുഞ്ഞുമോൻ കരിയന്നൂർ, TR ഉദയൻ എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നിർദ്ദേശത്തിന്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾക്ക് LDF കടങ്ങോട് പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. ആദൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PS പ്രസാദ് പതാക ഏറ്റുവാങ്ങി. കോൺഗ്രസ് S ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം OK ശശി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സമ്മതിദാനാവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നടത്തുന്ന വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം എറവിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറിമാരായ KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, പ്രൊഫസർ ജോമി തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരങ്ങളായ ഷൈജൻ ശ്രീവത്സൻ, മനോമോഹൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഷാജഹാൻ, ഇസഹാഖ് പുഴങ്കര ഇല്ലത്ത്, ദേവികാദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ് നടത്തി. CSM സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കുടുംബ കോടതി കൌൺസിലർ ദേവി ദേവദാസ്, ബുഷ്ര അബ്ദുൾ നാസർ, ദിനേശ് ബാബു, നദീറ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. റോബർട്ട് ഓവൻ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ സഹകരണ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വാസു ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് CK രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനം കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. EK ദേവാനന്ദൻ, അരവിന്ദൻ പണിക്കശ്ശേരി, സുനിത ശശി, PG ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള അണ്ടർ 17 ബോക്സിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഗൌതം സാജുവിനെ CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അനുമോദിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ മൊമന്റോ സമ്മാനിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, ലോക്കൽ സെക്രട്ടറി PN രാമദാസ് എന്നിവർ പങ്കെടുത്തു. ചാഴൂർ പഞ്ചായത്ത് വൃദ്ധജന സമിതി ഓഫീസിൽ പുതിയ ഹാളിന്റെയും ലിഫ്റ്റിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. സാംസ്കാരിക സമ്മേളനം ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് കോമളവല്ലി മുത്തുമണി അധ്യക്ഷയായിരുന്നു. സംഘാടക സമിതി കൺവീനർ ഗിരീഷ് പടുക്കപ്പറമ്പിൽ, സെക്രട്ടറി ദിവാകരൻ കോക്കാന്ത്ര, അഡ്വക്കേറ്റ് KV സുബ്രഹ്മണ്യൻ, KV മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബിയുടെ ആയുരാരോഗ്യ സൌഖ്യം പദ്ധതിയുടെ ഭാഗമായി പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ്, സീഷോർ ഗ്രൂപ്പ്, കൊടുങ്ങല്ലൂർ നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, ആർ കെ ബേബി, ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. BDJS തൃശൂർ ജില്ലാ സൌത്ത് സോൺ നേതൃയോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി AB ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. സൌത്ത് സോൺ പ്രസിഡന്റ് PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ, CD ശ്രീലാൽ, ദിനിൽ മാധവ്, KD വിക്രമാദിത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ ശിക്ഷിച്ചു. പ്രതികളായ മനോജ്, ഷൈനി എന്നിവർക്ക് 19 വർഷവും 12 വർഷവും വീതം തടവ് ശിക്ഷ. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നിർമ്മാർജ്ജനത്തിന് നടപടികൾ ഊർജിതമാക്കി. 10 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസം വിൽക്കുന്നതിന് നിരോധനം. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ജില്ലയിൽ വടക്കാഞ്ചേരിയും അതിരപ്പിള്ളിയും ഉൾപ്പെടെ 8 ഇടങ്ങളിൽ പരിശോധന. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ ഏറ്റുമുട്ടി. കോൺഗ്രസ് കൌൺസിലർ ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് സംഘർഷം. പ്രതിഷേധം കൊണ്ടും ഫലമുണ്ടായില്ല. പരിഹാരമാകാതെ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ട്. മഴ കനത്തതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ആളൂരിൽ ബാറിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആളൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കല്ലട ബാറിലെ മലിനജലമാണ് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.